നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടി ലിജോ മോളാണ്. പൊന്മാനും ദാവീദും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. എനിക്കിന്ന് വളരെ അഭിമാനമുള്ള ഒരു ദിവസം കൂടിയാണിത്. കാരണം പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകയായിരുന്നു ലിജോ. ഇന്നിപ്പോൾ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നടിയായി എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് ലിജോ. സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. പൊന്മാന്റെ വിജയം എങ്ങനെയാണ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്? എനിക്കും ഒരുപാട് സന്തോഷം. ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് കാണാനും സംസാരിക്കാനും പറ്റിയതില്. പൊന്മാന്റെ വിശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ സിനിമ നേരത്തെ കണ്ടിരുന്നു, പ്രിവ്യൂ കണ്ടിരുന്നു. ആ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈവൻ കഥ കേൾക്കുമ്പോഴായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ വരും എന്ന്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതാണ് നിലവിൽ പൊന്മാന്റെ വിശേഷം എന്നുള്ള രീതിക്ക് പറയാനുള്ളത്. നല്ല പല പല സ്ഥലങ്ങളിൽ നിന്ന് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ആളുകളുടെ റെസ്പോൺസ് ആണെങ്കിലും കണ്ടവരെല്ലാവരും അതിനെക്കുറിച്ച് എഴുതിയിടുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ്. ലിജോയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ പലതരം കഥാപാത്രങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റെഫിയിലേക്ക് വരുമ്പോൾ ശക്തമായ എന്നാൽ നമുക്കൊന്നും പെട്ടെന്ന് പിടികിട്ടാത്തൊരു കഥാപാത്രം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കഥ കേട്ടപ്പോൾ എന്ത് തോന്നി പൊന്മാന്റെ? എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആയാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആ ക്യാരക്ടറായിട്ട്. ഇപ്പൊ എനിക്കായാലും ചേച്ചിക്കായാലും എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞ സ്റ്റെഫിയുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ധൈര്യം ഉണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്ക് തോന്നിയത് അവിടെ നിന്നാണ്. കാരണം നമ്മള് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പൊന്നല്ലേ. നമ്മുടെ കല്യാണം വരുന്ന സമയത്ത് പൊന്നുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിൽ നടക്കുന്ന ചർച്ചയായാലും എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇതിൽ കാണിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു കാര്യമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും എല്ലാ ഫാമിലീസിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്തത്. പിന്നെ ഇതില് എല്ലാ ക്യാരക്ടേഴ്സിനെ പോലെ ഇതും ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ മിക്കതിലും ഈ പറയണത് പോലെ നല്ല എന്താ പറയാ, നമ്മള് സൽഗുണ സമ്പന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചേച്ചി ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ആദ്യം അവള് കുറച്ച് ആദ്യം നമുക്ക് ഇവളെ അങ്ങനെ പിടികിട്ടില്ലെങ്കിലും പിന്നെ കുറച്ചുകൂടി നമ്മളങ്ങ് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ ഇവളാണ് ഇതിൽ വില്ലൻ, അല്ലെങ്കിൽ ഇവള് ഒരു നല്ല നല്ല ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ ഇവളൊരു നല്ല സ്ത്രീ അല്ല എന്നൊക്കെ തോന്നുന്ന പോലെ വരും. അതിനുശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പല ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നതുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നാലും ഈ പറഞ്ഞ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും, ഇന്ന ഇന്ന സിറ്റുവേഷൻസിൽ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഇന്ന സിറ്റുവേഷൻസിൽ ഇവൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. അതെ, ലിജോ സ്റ്റെഫിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് അമ്മയോട് സ്റ്റെഫി സംസാരിക്കുന്നത് ഒരു വിധത്തിലാണെങ്കിൽ അത് മരിയാനയുടെ അടുത്തെത്തുമ്പോൾ അത് വേറൊരു തരത്തിലാണ്, ആങ്ങളുടെ അടുത്തെത്തുമ്പോൾ അത് വേറൊരു തരത്തിൽ, അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. എങ്ങനെയായിരുന്നു ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ? ഞാൻ ആദ്യം ഇതിന്റെ കഥ കേൾക്കുക ചെയ്തത്. എനിക്കിതിന്റെ ഡയറക്ടർ ജ്യോതിഷേട്ടൻ ഇതിന്റെ കഥ എനിക്ക് നറേറ്റ് ചെയ്യുക ചെയ്തത്. കാരണം ഇത് ജ്യോതിഷേട്ടന്റെ ഒക്കെ കൂടി ലൈഫിൽ നടന്നതാണ്. ഈ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവല് വരുന്നത് തന്നെ, ഇന്ദുഗോപൻ ചേട്ടൻ എഴുതിയത് തന്നെ ഇത് ജ്യോതിഷേട്ടന്റെയും ജ്യോതിഷേട്ടന്റെ കുറച്ച് സുഹൃത്തുക്കളുടെയും ലൈഫിൽ നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് ജ്യോതിഷേട്ടൻ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ അറിയാം. അപ്പൊ ഞാൻ ആദ്യം ഇത് ജ്യോതിഷേട്ടൻ നറേറ്റ് ചെയ്താണ് ഈ കഥ കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഇത്രയും കോംപ്ലക്സിറ്റീസ് ഉള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ് എന്നുള്ളത് കൊണ്ട് എനിക്കത് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ എങ്ങനെ ചെയ്യും എന്നൊന്നും ഞാൻ യൂഷ്വലി ഞാൻ ഒരുപാട് അങ്ങനെ ആലോചിച്ച്
അതായത് ഷൂട്ടിന് മുന്നേ തന്നെ ഒരുപാട് അങ്ങനെ ആലോചിച്ച് നോക്കി ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ പോകുന്ന ഒരാളല്ല. ഈവൻ ഈ കഥ ഞാൻ കേട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് സ്റ്റെഫി ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു തീരുമാനമായി കഴിഞ്ഞിട്ട് ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷേട്ടൻ എന്നോട് പറഞ്ഞു, ലിജോ ഒരാഴ്ച മുന്നേ അല്ലെ എനിക്കൊരു 2 ആഴ്ച മുന്നേ ഒന്ന് കൊല്ലത്തേക്ക് വരണം, ജസ്റ്റ് ഒരു കൊല്ലത്തിന്റെ ഒരു കൾച്ചറൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ, അവിടെയുള്ള കുറച്ച് പേരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ എന്നുള്ള രീതിക്ക് ഒന്ന് കൊല്ലത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2 ആഴ്ച മുന്നേ കൊല്ലത്തേക്ക് വന്നു. അവിടെ വന്ന് കുറച്ചധികം സ്ത്രീകളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകാൻ പറ്റി. ആ നാട് കുറെ സ്ഥലങ്ങളിൽ, ഇപ്പം പ്രത്യേകിച്ചും എന്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ളത് താന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, താന്നി ബീച്ചാണ്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ്, അത് സെറ്റിട്ടതാണ്. അവിടെയാണ് എന്റെ വീടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. പിന്നെ മൺട്രോത്തുരുത്ത്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പം കല്യാണത്തിന് മുൻപുള്ള ഈ പറഞ്ഞ സ്റ്റെഫിയുടെ അവസ്ഥ എന്താണ്, കല്യാണത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ് എവിടേക്കാണ് സ്റ്റെഫി പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മുന്നേ ഒന്ന് കണ്ടിരിക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ലിജോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഓരോരുത്തരുടെ അടുത്തും ഓരോ രീതിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അമ്മയുടെ അടുത്ത് ഒരു രീതി എന്ന് പറയുമ്പം അമ്മയ്ക്കും ഈ പറയുന്ന പോലെ അവളെ കല്യാണം കഴിച്ചയപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ എന്റെ വീട്ടിലുള്ള മക്കളെ കല്യാണം അയച്ചാലേ അമ്മമാർക്കൊരു സമാധാനം ഉള്ളൂ എന്ന് പറയുന്ന പോലെ, അതേപോലെ ഒരു അമ്മയാണ് ഇതിലും സ്റ്റെഫിയുടെ അമ്മ. അപ്പൊ അമ്മയ്ക്കും എങ്ങനെയെങ്കിലും മകളെ ഒന്ന് കല്യാണം കഴിപ്പിച്ചയക്കണം. മകൾക്ക് ഈ പറയുന്ന പോലെ 10-32 വയസ്സായി. അപ്പൊ ഇനിയും കല്യാണം വൈകിപ്പിക്കരുത് എന്നുള്ളത്. അപ്പം അമ്മയുടെ അടുത്ത് അവൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അമ്മ കല്യാണം ഉറപ്പിച്ചു, എല്ലാം തീരുമാനിച്ചു, പോവാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മരിയാനോയുടെ അടുത്തേക്ക് വരുമ്പോ മരിയാനോയെ കുറിച്ച് അവള് ഈ പറയുന്ന കല്യാണം കഴിയുന്ന ആ സമയത്ത് തന്നെ മനസ്സിലാക്കുകയാണ് മരിയാനോയുടെ ഏകദേശ സ്വഭാവമൊക്കെ. അപ്പൊ അവൾക്ക് അത്ര താല്പര്യമില്ല മരിയാനോയുടെ അടുത്ത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവളുടെ അവസ്ഥ കൊണ്ടാണ് അവൾ മരിയാനോയുടെ കൂടെ നിൽക്കുന്നത്. അവൾക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. തിരിച്ചു ചെന്നാലും സ്വീകരിക്കാൻ വീടോ അല്ലെങ്കിൽ അമ്മയോ ആങ്ങളെയോ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, ജസ്റ്റ് കല്യാണം. അപ്പൊ അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ട് മരിയാനോടെ കൂടെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാന്നുള്ളൊരു ഓപ്ഷനേ അവൾക്കുള്ളൂ. അപ്പൊ അതിന് അവൾക്ക് ആ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ അവൾക്ക് ആ പൊന്ന് വേണം, അതില്ലാണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് മരിയാനോടടുത്ത് ചെല്ലുമ്പോൾ അവൾക്ക് വേറൊരു ഷെയ്ഡ് എന്ന് നമുക്ക് തോന്നുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ കുറെ ഇൻസിഡൻസിന് ശേഷം അവൾ തിരിച്ചറിയാണ് അജേഷാണ് ശരിയെന്ന് അവൾ തിരിച്ചറിയുന്ന സമയത്താണ് അവൾക്ക് അജേഷിനോട് ഒരു എമ്പതി തോന്നുന്നത്, അല്ലെങ്കിൽ സിമ്പതി അല്ല ഒരു എമ്പതി തോന്നുന്നതും അവിടുന്ന് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതും ഒക്കെ ഇങ്ങനത്തെ റീസൺസ് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ മനസ്സിലാക്കിയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ പലതും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു സഹോദരനോട് ഒരു സഹോദരിക്ക് ഞാനങ്ങനെ അല്ലെങ്കിൽ ഞാനാണോ ഇതെന്നൊക്കെ പലർക്കും തോന്നിപ്പോകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രതികരണങ്ങൾ കിട്ടിയോ ലിജോയ്ക്ക്? ഉണ്ട്. ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇതിന്റെ എൻ സീക്വൻസിലേക്ക് വരുമ്പോഴുള്ള ഡയലോഗ്സ് ആണ്. ഈ പറയുന്ന അജേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോ എനിക്ക് പറയാമോ, കാരണം മൂവി തിയേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നു, പൊന്നില്ലാത്തതാണ് ഒരു പെണ്ണിന്റെ ചന്തം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് എനിക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകൾ ആരും ഈ പറയുന്ന പോലെ നമ്മൾ പൊന്നിട്ട് നടക്കണം അല്ലെങ്കിൽ പൊന്നിട്ട് നടന്നാലേ സ്ത്രീകൾക്ക് ഭംഗിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരല്ല. ഇതൊക്കെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മളിൽ ഇങ്ങനെ എന്താ പറയാ, കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കണം, ഈ കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആനയെ മറ്റേ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ച് നമ്മളെ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുന്നവരെ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകളിലേക്കെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സ്വർണ്ണമൊക്കെ ഇട്ട് പോകണം എന്നുള്ള അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊക്കെ അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ കല്യാണ സമയത്ത് നടന്ന കുറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, അതൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നി, കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അങ്ങനത്തെ ഫീഡ്ബാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബേസിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ആളുകളെ ചിരിപ്പിച്ച് വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും വളരെ ഫണ്ണായി കാണുന്ന ഒരാളാണ് ബേസിൽ. ഷൂട്ട് എങ്ങനെയുണ്ട്? പൊന്മാന്റെ ഷൂട്ട് വളരെ ഫണ്ണായിരുന്നു. എല്ലാരും ചോദിച്ചു ബേസിലിനൂടെ ഷൂട്ട് ചെയ്ത സമയത്ത് ഫണ്ണായിരുന്നു എന്ന്. ഫൺ അല്ല, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല. ഞാനും ബേസിൽ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈനർ, അല്ലെങ്കിൽ സെറ്റിനെ എപ്പോഴും അങ്ങനെ കയ്യിലെടുത്ത് ഭയങ്കര ഒരു ഫൺ മൂഡിൽ കൊണ്ടുപോകുന്ന ആളാണ് എന്ന് കേട്ടിട്ട് തന്നെയാണ് ഞാനും ഷൂട്ടിന് പോകുന്നത്. അപ്പൊ ഞാനും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെയും ചെയ്ത ക്യാരക്ടേഴ്സിന്റെ കോംപ്ലക്സിറ്റീസ് കൊണ്ടായിരിക്കണം
ബേസിലും ആ ക്യാരക്ടറിനോട് എന്താ പറയാ ആ ക്യാരക്ടർ എങ്ങനെയാണോ ആ മൂഡിൽ തന്നെയാണ് കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അതല്ലാണ്ട് ഒരു ഭയങ്കര ഒരു എന്റർടൈനർ ആയിട്ടോ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടോ ഞാൻ സെറ്റിൽ ബേസിലിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾക്കുള്ള കോമ്പിനേഷൻ സീൻസും അങ്ങനെ തന്നെയാണ്. കോമ്പിനേഷൻ സീൻസ് കുറവാണ് ഉള്ളത് തന്നെ, ഈ പറയുന്ന പോലെ കുറച്ച് ഇന്ത്യൻ സീൻസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആയി നിൽക്കുക എന്നല്ലാണ്ട് ആ സമയത്തൊരു തമാശയോ അങ്ങനെ ഒന്നും സെറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ റെയർ ആണ് അങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായെങ്കിൽ തന്നെ അത് ഭയങ്കര റെയർ ആണ്. അതല്ലാണ്ട് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഇപ്പൊ അജേഷ് എങ്ങനെയാണോ ആ ഒരു മൂഡിൽ തന്നെയാണ് ബേസിലും ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, കൊല്ലത്താണ് കഥ നടക്കുന്നത്. കൊല്ലം സ്ലാങ് പിടിക്കാൻ ബുദ്ധിമുട്ടിയോ? പ്രത്യേകിച്ച് ലിജോ ഇടുക്കിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ സംവിധായകനെ കുറിച്ച് കൂടി ഒന്ന് പറയണം. സ്ട്രിക്റ്റ് ആയ സംവിധായകനായിരുന്നു അദ്ദേഹം? ഇല്ല, ജ്യോതിഷേട്ടൻ അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്താണ് വേണ്ടത് ഓരോ ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും എന്താണ് വേണ്ടത്, ഇപ്പൊ നമ്മളുടെ അടുത്തുനിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജ്യോതിഷേട്ടൻ അറിയാം. അപ്പൊ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടില്ല ഇങ്ങനെ ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ എന്താണ് ജ്യോതിഷേട്ടന്റെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും, അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ കൊല്ലം സ്ലാങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആരും അങ്ങനെ പക്കാ കൊല്ലം സ്ലാങ് പിടിച്ചിട്ടുള്ളതല്ല. പക്ഷെ മാക്സിമം നമ്മളുടെ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആക്സെന്റ് എങ്കിലും പിടിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇതില് സജിൻ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുകയാണ്, അപ്പം ആനന്ദ് തിരുവനന്തപുരമാണ്, ദീപക് കണ്ണൂരിൽ നിന്നാണ്. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇല്ല നിങ്ങൾ ഈ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾ കൊല്ലം ഇതിൽ തന്നെ പറയണം എന്നുള്ളൊരു സാധനം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്ത് തന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഡബിങ്ങിന്റെ സമയത്ത് ഇത് ഇങ്ങനെയാണോ, ഇത് എങ്ങനെയായിരിക്കും കൊല്ലത്തുള്ളവർ പറയാന്നുള്ളത് ചോദിച്ച് അതിൽ കറക്ഷൻസ് വരുത്താൻ നോക്കിയിട്ടേ ഉള്ളൂ. അതല്ലാണ്ട് ഓരോ ഓരോ സീൻ ചെയ്യുമ്പോഴും ഇതിന്റെ ഡയലോഗ്സ് വന്നിട്ട് ഇതാണ് കൊല്ലം സ്ലാങ്, ഇങ്ങനെയാണ് നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞ് പെർഫോം ചെയ്യണം എന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, കാസ്റ്റിംഗിലേക്ക് എത്തുമ്പോഴേ ഈ മരിയാനോയും സ്റ്റെഫിയും ദമ്പതിമാരാണ്. രൂപത്തിൽ തന്നെ മരിയാനോ ഒരു ഭീകരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ആ കപ്പിളിനെ കുറിച്ച് ഒരാശങ്ക ഉണ്ടായിരുന്നല്ലോ ലിജോയ്ക്ക്? ഇല്ല, എനിക്ക് അതാണ് ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പം നാലഞ്ച് ചെറുപ്പക്കാർ വായിക്കുമ്പോഴായിക്കോട്ടെ ഇല്ലെങ്കിൽ ഇതിന്റെ കഥ കേൾക്കുമ്പോഴൊക്കെയും അതില് മരിയാനയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പം എന്റെ ക്യാരക്ടർ സ്റ്റെഫി പറയുന്നത് മല പോലൊരു രാക്ഷസനെ വലിച്ചിട്ട് കൊടുത്തതാണ്. അപ്പൊ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കണം, ആ ക്യാരക്ടറിന്റെ ഫിസിക് അങ്ങനെ ആയിരിക്കണം, ആ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. അപ്പം സജിൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രോമാഞ്ചത്തിന് ശേഷം സജിൻ വണ്ണമൊക്കെ കുറച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വണ്ണം കൂട്ടിയതാണ്. ഒരു 74-75 കിലോയിൽ നിന്ന് എങ്ങാണ്ട് ഒരു 96 കിലോയോളം അവൻ കൂട്ടി ബോഡി സൈസ് ആക്കിയിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ വരുന്നത്. ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് സജിൻ. സജിൻ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു. എന്തായാലും സ്റ്റെഫി ആകാനായിട്ട് ലിജോ അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ പ്രത്യേകിച്ച് നടത്തിയിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഏതാണ്ട് എന്റെ പ്രായം തന്നെയാണ് ഇതിൽ പറയുന്നത്, സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രായം തന്നെയാണ് ഏതാണ്ട്. അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകിച്ച് ഫിസിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല. യൂഷ്വലി അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന മാറ്റം വരുത്താറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റെഫിയെ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഹെയർ മാത്രം, എനിക്ക് മുടി കുറവായിരുന്നു, അപ്പം ഹെയർ മാത്രം നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബേസിൽ പടം ആവുമ്പോൾ നമ്മളൊരു ഫൺ മൂവി പ്രതീക്ഷിക്കുമല്ലോ. പക്ഷെ പൊന്മാൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അങ്ങനെ ഒരു പ്രതികരണം പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്? എന്നോട് അങ്ങനെ പ്രത്യേകിച്ച് ആരും അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങളൊരു കോമഡി പടം എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്, പക്ഷെ ഇതൊരു സീരിയസ് പടമായി എന്ന് ആരും പറഞ്ഞില്ല. പിന്നെ ഈവൻ പ്രൊമോഷൻസിന്റെ സമയത്ത് നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴൊക്കെ നമ്മളിത് പല ആവർത്തി പറഞ്ഞിരുന്ന കാര്യമാണ്. നിങ്ങൾ ബേസിലിന്റെ പടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേസിൽ തന്നെ പറഞ്ഞു ഒരു കോമഡി പടം അല്ലെങ്കിൽ ഒരു ഫൺ മൂഡിലുള്ള പടം എന്ന് എക്സ്പെക്ട് ചെയ്ത് ആരും പോവരുത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പടം ഈവൻ ഒരു ഫൺ മൂവി എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ഇങ്ങനൊരു പടം കണ്ടിട്ട് ഇറങ്ങുമ്പോഴും ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആരും അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ശരി, സ്റ്റെഫിന്ന് ലിജോയിലോട്ട് തിരിച്ചു വരുമ്പോൾ ലിജോ ജേർണലിസം, ഞാൻ നേരത്തെ പറഞ്ഞത് ജേർണലിസം കരിയർ തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി, പടിപടിയായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ലിജോയെ തേടിയെത്തി. ഇപ്പോൾ ഇങ്ങനെ പൊന്മാനിലും ദാവീദിലും വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, എന്താണ് പറയാനുള്ളത്?
എനിക്ക് ചില സമയത്ത് എനിക്ക് അത്ഭുതം തോന്നും, തുറന്നു പറയാനാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു ആക്ടർ ആവണം എന്ന് വിചാരിച്ചോ ഒരു ആക്ടർ ആവാൻ വേണ്ടിയോ നടന്ന ആളല്ല. ചേച്ചിക്കും അറിയാം. ഞാൻ എനിക്ക് ജേർണലിസ്റ്റ് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പി ജി ചെയ്യാൻ പോകുന്നത്. പി ജി ചെയ്യാൻ പോകുന്ന സമയത്തും അത് കഴിഞ്ഞ് പി എച്ച് ഡി എടുക്കുന്നു, ഏതെങ്കിലും കോളേജിൽ ലെക്ചററായിട്ട് കയറുന്നു, അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പി ജിക്ക് പോകുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ യാദൃശ്ചികമായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. ഞാൻ ഒരിക്കൽ പോലും ഞാനൊരു നടിയാകണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ആക്ടർ എന്നുള്ള പേരെടുക്കണം എന്നുള്ള അങ്ങനെ ഒന്നും എൻ്റെ ലൈഫിൽ എവിടെയും സംഭവിച്ചിട്ടുമില്ല. എൻ്റെ ചെറുപ്പത്തിലായാലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും ഞാനിപ്പോ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ചില സമയത്ത് ഇത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഇത് എന്തോ ഒരു ശക്തി, എന്തോ ഒരു അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിനിടയിൽ തന്നെ ഞാൻ സിനിമകൾ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ബ്രേക്ക് എടുക്കുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ സിനിമകൾ ചെയ്യാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോയ സമയമുണ്ട്. ആ സമയത്താണ് എനിക്ക് JBM-ലേക്കുള്ള വിളി വരുന്നത്. അപ്പം വീണ്ടും വീണ്ടും എന്നെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള മൊമെന്റ്സ് എന്റെ ലൈഫിൽ ഉണ്ടായത് ആലോചിക്കുമ്പം നന്ദിയുണ്ട്. അപ്പൊ ലിജോ, ഈ കേട്ടത് ശരിയാണ്. ഇങ്ങനെ സിനിമ നമ്മളെ തേടി വരുമെന്നൊക്കെ പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം സിനിമയെ വിടാൻ പലതവണ ഒരുങ്ങിയിട്ടും ലിജോയെ സിനിമ വിടുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ ഞാനായിട്ട് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ എന്നെ JBM-ന്റെ ഓഡിഷന് വിളിക്കുമായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവര് വന്നൊന്ന് ഇതൊന്ന് അറ്റൻഡ് ചെയ്യൂന്ന് പറഞ്ഞപ്പോ ഞാൻ കുറെ ആലോചിച്ച് ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അപ്പോ നിലവിൽ എനിക്ക് ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ച സമയത്ത് എന്നെ തിരിച്ചു വിളിച്ചതാണ് സിനിമ. ഇനി പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ നിലവിൽ ആലോചിക്കുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. ഇനി നല്ല നല്ല സിനിമകളൊക്കെ കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോ. തീർച്ചയായിട്ടും. ആ ജയ്ഭീമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത് പറയാതെ പോകാൻ വയ്യ. ആ ജയ്ഭീം ഇറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലെ ഓരോ പ്രൊമോഷൻ വേദിയിലും വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കണ്ടൊരു ലിജോ മോൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ലിജോ മോൾ അവിടെ പോയപ്പോൾ അവിടെ കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം JBM-ന് മുന്നേ ആളുകൾ പറയുന്ന സിനിമകൾ ഒന്നെങ്കിൽ മഹേഷിന്റെ പ്രതികാരം, അതല്ലെങ്കിൽ കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ കനി. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് യൂഷ്വലി ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ JBM-ന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ ഈ ഒരു കരിയറിൽ JBM-ന് മുൻപും ശേഷവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് കാലം വേണമെങ്കിൽ ഉണ്ട് എന്ന് എനിക്ക് പറയാം. കാരണം ഇപ്പൊ എല്ലാവരും എവിടെ വെച്ച് എന്നെ കണ്ടാലും JBM-ലെ അഭിനയം നന്നായിരുന്നു എന്നാണ്. ഈവൻ ഇപ്പൊ പോലും എന്നോട്, ഇപ്പം പൊന്മാൻ ഇറങ്ങിയതേ ഉള്ളൂ, പക്ഷെ ഈ സമയത്ത് പോലും എന്നോട് ഒരുപാട് പേര്, അത് മലയാളികളായാലും ഇല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ളവരായാലും ഒക്കെ JBM-ലെ അഭിനയം നന്നായിരുന്നു എന്നാണ് ഇപ്പോഴും കാണുമ്പോൾ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത് അത്രയും ആളുകളിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഇപ്പം സിനിമ ഇറങ്ങി 3 വർഷത്തിന് മേലെ ആകുന്നു, ഇപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ അത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി, അത്രയും ആളുകളിലേക്ക് അത് ഇറങ്ങി ചെന്നു എന്നുള്ളതാണ്. അതൊരു സന്തോഷമാണ്. ഇപ്പോഴും ആളുകൾ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് എന്നോട് സംസാരിക്കുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ സ്നേഹം ഇപ്പോഴും എനിക്ക് തോന്നുന്നു. JBM ഞാൻ ചെയ്തതോടുകൂടിയാണ് ഒരുപാട് ആളുകൾക്ക് എന്നോട് കുറച്ചുകൂടി അധികം ഒരു സ്നേഹം വന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഞാൻ ഒരു ആക്ടർ ആണ് എന്നുള്ള ഒരു കാര്യം കുറെ പേരൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് JBM എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, JBM-ലെ സെങ്കേനി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലിജോ, ഈ സിനിമയും വെബ് സീരീസ് ഇപ്പോൾ മലയാളികൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. വെബ് സീരീസും ചെയ്തു ലിജോ. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അഭിനയത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സിനിമയും വെബ് സീരീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? വെബ് സീരീസും സിനിമയും തമ്മിൽ എനിക്ക് തോന്നിയ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ, ഇപ്പൊ പറഞ്ഞ പോലെ അഭിനയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നുമില്ല. പക്ഷെ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോംസിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സിനിമ ആദ്യം തീർച്ചയായിട്ടും കാണുന്നത് നമ്മൾ തിയേറ്റേഴ്സിൽ പോയിട്ടാണ്. പക്ഷെ OTTക്ക് വേണ്ടി നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓഡിയൻസ് എപ്പോഴും ഈ പറയുന്ന പോലെ വീടുകളിലോ അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്ന മൊബൈൽ ഫോണുകളിലോ
അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ TV സ്ക്രീനിലോ ഇരുന്ന് നമ്മളെ കാണുന്ന ഓഡിയൻസ് ആണ്. പക്ഷെ അവരും തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അവിടെയും വലിയൊരു ഡിഫറൻസ് എന്ന് പറയാനില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റെസ്പോൺസ് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടും തോന്നുന്നു നമ്മൾ വെബ് സീരീസ് ചെയ്ത് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. കാരണം ഇപ്പം കൂടുതൽ ഒരുപാട് ആളുകൾ വീട്ടിൽ അവനവന്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് സിനിമകളായാലും എന്ത് ഷോ ആയാലും അത് വീടുകളിൽ അവനവന്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു കംഫർട്ട് ഇതുള്ളത് കൊണ്ട് ഇപ്പം ഈ സിനിമ പോലെ ഇപ്പൊ പൊന്മാൻ പോലും ഒരുപാട് പേര് OTT വന്നിട്ട് കാണാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. എന്തിനാണ് തിയേറ്ററിൽ പോകുന്നതെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം വെബ് സീരീസിന് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുന്നത് തന്നെ OTT പ്ലാറ്റ്ഫോംസിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുമായിരിക്കും. ഇപ്പം പൊന്മാനെ കുറിച്ച് ഇനിയും ചർച്ചകൾ ഒരു പക്ഷേ കുറച്ചുകൂടി വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ OTT പ്ലാറ്റ്ഫോംസിൽ വരുമ്പോഴായിരിക്കും. അതല്ലാണ്ട് വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് കുറച്ചധികം ദിവസം ഉണ്ടാകും. അപ്പോൾ എനിക്ക് യൂഷ്വലി ഏതൊരു സെറ്റിൽ പോയാലും ഒരു 1 വീക്ക് ഒക്കെ ആവും ആ ഫുൾ സെറ്റുമായിട്ടൊന്ന് കംഫർട്ടബിൾ ആയിട്ട് വരാൻ, എല്ലാവരോടും ഒന്ന് സംസാരിച്ച് പരിചയമായി വരാൻ. അപ്പം വെബ് സീരീസിൽ ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ വെബ് സീരീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഗുണം ആ ഒരു ടീമുമായിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്കൊരു കുറച്ചധികം മാസങ്ങൾ ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 90 ഡേയ്സ് അത്ര എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്കും 65+ ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് യൂഷ്വലി സിനിമ സെറ്റിൽ അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് വരുന്നില്ല. അതുകൊണ്ട് അവരുമായിട്ട് കുറച്ചുകൂടി നല്ല ക്ലോസ് ആവാൻ പറ്റി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാണ്ട് വലിയ മേജർ ഡിഫറൻസസ് ഈ പറഞ്ഞ പെർഫോമൻസിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ടെക്നിക്കലി ആയാലും വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മൂവിക്ക് ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഇനി ഒരു പേഴ്സണൽ ചോദ്യമാണ്. എനിക്ക് ലിജോയെ അറിയാവുന്നത് കൊണ്ട് ക്യാരക്ടറിൽ സിനിമ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ലിജോയുടെ ക്യാരക്ടറിൽ പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ലിജോ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷേ ഇപ്പോൾ പ്രൊമോഷൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഒരുപാട് സംസാരിക്കേണ്ടിയും സ്റ്റേജിൽ കയറി നിൽക്കേണ്ടിയും ഒക്കെ വരില്ലേ? ഞാൻ ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ്. അതിലങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നത് ഞാൻ പറയില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പ്രൊമോഷന് പോകുമ്പോൾ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പൊ സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസരത്തിൽ എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ ഞാൻ സംസാരിക്കും. അല്ലെങ്കിൽ ഒരു ക്രൗഡിനിടയിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെയും ഇപ്പൊ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കോളേജുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മോളുകളായിക്കോട്ടെ, തിയേറ്റർ വിസിറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ക്രൗഡ് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ ഒരു ഓരത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ. അതിലൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രൊഫഷനിൽ അത് വേണം എന്നുള്ളത് കൊണ്ട്, വേറെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാകുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു പുരോഗതി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ഇൻട്രോവേർട്ട് എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എനിക്ക് ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്റെ സ്പേസിൽ, ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സ്പേസിൽ ഒതുങ്ങിയിരിക്കാൻ തന്നെയാണ് ഇപ്പോഴും എനിക്കിഷ്ടം. ആണോ? സിനിമ അല്ലാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവാരോട് ചോദിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, വെറുതെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ലിജോ എന്തൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി വല്ല വർക്കൗട്ടും കാര്യങ്ങളുമോ അല്ലെങ്കിൽ ജിമ്മിൽ പോക്കോ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മറ്റു വഴികളോ ഒക്കെ ഉണ്ടോ? ഡയറ്റോ ഒക്കെ ഉണ്ടോ? എന്നെ കണ്ടിട്ട് ചേച്ചിക്ക് ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെന്ന് തോന്നിയോ? ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഹെൽത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായി ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച്. അല്ലാണ്ട് ഞാൻ അങ്ങനെ എക്സസൈസ് റെഗുലർ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്ന ആളൊന്നും അല്ല. ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും രീതിക്ക് ഇപ്പൊ ഞാൻ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിന് ട്രൈ ചെയ്യാറുണ്ട്. ആ ഒരു ക്യാരക്ടറിനോട് ഒരു നീതി പുലർത്താൻ അവരുദ്ദേശിക്കുന്ന ഒരു ഇതിലേക്ക് ഫിസിക്കിലേക്ക് വരാൻ നോക്കുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കര ഫിറ്റ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല. വേറെ അങ്ങനെ വലിയ മാറ്റങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷം ഒന്നും തന്നെ അങ്ങനെ പറയാനൊന്നുമില്ല. പറയാൻ വേണ്ടിയില്ല. ശരി, മലയാളവും തമിഴും നമ്മൾ കണ്ടു. മറ്റു ഭാഷകളിൽ നിന്നൊക്കെ വിളി വരുന്നുണ്ടോ ലിജോ? നിലവിൽ വേറെ ഒന്നുമില്ല. തമിഴും മലയാളവും തന്നെയുള്ളൂ. എന്റെ വലിയ പ്രശ്നം എനിക്ക് ഈ ഡയലോഗ്സ് കാണാതെ പഠിച്ച് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ തമിഴ് തന്നെ ഞാൻ അങ്ങനെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയതാ. അപ്പൊ അതുകൊണ്ട് ഈ തെലുങ്കിലേക്കൊക്കെ പോവാൻ മുമ്പൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ തെലുങ്കിന്റെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് തെലുങ്ക് ഒരു അക്ഷരം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവുകയില്ല. തമിഴ് അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ പറയാൻ അറിയില്ലെങ്കിലും മനസ്സിലാവും. തെലുങ്ക് എനിക്ക് മനസ്സിലാകുക പോലുമില്ല. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട്, ഇല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ എന്താ പറയുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട്
അവിടെ പോയി പെർഫോം ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. എന്തെങ്കിലും ആ ഭാഷ പഠിച്ച് അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാകുന്ന ഒരു ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കാവുന്നേ ഉള്ളൂ. നിലവിൽ മലയാളത്തിനാണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതേപോലെ തമിഴിൽ നിന്ന് നല്ല ഓഫേഴ്സ് വന്നാൽ, നല്ല സിനിമകൾ വന്നാൽ തമിഴിലും സിനിമകൾ ചെയ്യും. നിലവിൽ ഇത്രയേ ഉള്ളൂ പ്ലാൻ. അതെ, 2025 ലിജോയ്ക്ക് നല്ല വർഷമാണെന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ജനുവരിയിൽ പൊന്മാൻ, ഫെബ്രുവരി 14 ആയപ്പോഴേക്കും ദാവീദ് ഇറങ്ങി, ഒപ്പം ഒരു തമിഴ് പടവും. അപ്പം ഗംഭീരമായിട്ട് പോവുകയാണ് ഈ വർഷം എന്ന് വിചാരിക്കുന്നു. മറ്റ് പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? സംശയം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, പ്രിയംവദ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ആണ് അതിലുള്ളത്. അത് രാജേഷ് എന്നാണ് അതിന്റെ ഡയറക്ടറിന്റെ പേര്. അതും ഒരു ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പൊ അതും ഉടനെ റിലീസ് ഉണ്ടാവും. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഞാനൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് സോണി ലിവിന് വേണ്ടി, ബ്ലൈൻഡ് ഫോൾഡ് എന്നാണ് പേര്. അതിന്റെ ഡയറക്ടർ അൻസാർക്കയാണ്. ഹർഷദൊക്കെയാണ് അതിന്റെ റൈറ്റർ. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ, ലുക്മാൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് അതില്. അതല്ലാണ്ട് ഇനിയിപ്പം ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ വർമ്മ, ഗരുഡൻ മൂവി ചെയ്ത അരുൺ വർമ്മ ഡയറക്ട് ചെയ്യാൻ പോകുന്ന, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് എഴുതുന്ന, ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസ് അവരാണ് പ്രൊഡക്ഷൻ. ആ ഒരു മൂവിയാണ് ഇനി ഷൂട്ട് വരാൻ പോകുന്നത്. അതില് സംഗീത് ഉണ്ട്, ചാക്കോച്ചൻ ആണ് അതില് മെയിൻ ലീഡ് വരുന്നത്. സംഗീത് പ്രതാപ് ഉണ്ട്, അഭിമന്യു തിലകൻ ഉണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ആണ് അതില് ഉള്ളത്. ഇതൊക്കെയാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ആവാനുള്ളത് അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന പ്രോജക്ട്സ്. അപ്പൊ എന്തായാലും അടിപൊളി വർഷമാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. PhDയും പിന്നെ ജേർണലിസവും ഒക്കെ വിട്ടിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് പോയത്. എപ്പോഴെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ ജേർണലിസത്തെ കുറിച്ച് അങ്ങനെ ആലോചിക്കാറില്ല. കാരണം ഒരുപാട് കാലമായി, ഒരുപാടായി, 10 കൊല്ലത്തിനൊക്കെ മേലെയായി. ഇപ്പൊ ജേർണലിസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാറില്ല. പക്ഷെ എന്തെങ്കിലും എനിക്ക് PhD ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി ലെക്ചറർ ആവാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒന്ന് PhD ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ അത് ഞാൻ PG കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാളുകളായി. ഇപ്പൊ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ വീണ്ടും ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സമയം, സാഹചര്യം ഒക്കെ വന്നാൽ എന്തെങ്കിലും PhD ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ലിജോ, ഇപ്പോൾ ഇത്രയും സിനിമയായി, 2 ഭാഷകളായി, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോടുള്ളൊരു അഭിപ്രായം? സെലിബ്രിറ്റി സ്റ്റാറ്റസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി എനിക്ക് ആളുകൾ അങ്ങനെ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോകുമ്പം വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല കൂടുതൽ സമയം. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ അത്രയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണെങ്കിൽ മാത്രമേ ഞാൻ മാസ്ക് വെക്കാണ്ട് പോകാറുള്ളൂ. ആളുകൾ തിരിച്ചറിയുന്നത് എനിക്ക് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആളുകളൊന്ന് സംസാരിക്കുമ്പോൾ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനേക്കാൾ എനിക്ക് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ആപ്രീസിയേഷനെ എങ്ങനെ എടുക്കണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ, എനിക്ക് പറയുന്ന പോലെ ചിലപ്പോൾ എന്റെ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ആങ്സൈറ്റി കൊണ്ടായിരിക്കാം. അപ്പൊ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതല്ലാണ്ട് അങ്ങനെ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങിയോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇപ്പോഴും ആ ഒരു സെലിബ്രിറ്റി എന്നുള്ള സ്റ്റേറ്റസ് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അറിയില്ല. തീർച്ചയായിട്ടും ലിജോ, എന്തായാലും എല്ലാവിധ ആശംസകളും. വലിയ സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണാൻ പറ്റിയതിൽ വലിയ അഭിമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു. അങ്ങനെ നമ്മുടെ സൺഡേയിൽ തന്നെ ലിജോ മോളെ നമുക്ക് അതിഥിയായിട്ട് കിട്ടി. അതിൽ വലിയ സന്തോഷം. ലിജോയ്ക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. പുതിയൊരു അതിഥിയുമായി, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.